ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ഒരു പ്രധാനിയെ കൂടി വകവരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ളയുടെ തലവനായി പലരും ചൂണ്ടിക്കാണിച്ച അവരുടെ ഇന്റലിജൻസ് വിഭാഗം തലവൻ ഹസൻ ഖലീൽ യാസീനാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ വ്യോമാക്രമണമാണ് ഖലീലിന്റെ ജീവനെടുത്തതും. ഇതോടെ ഹിസ്ബുള്ളയുടെ പ്രധാനികളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമായി. ലബനനിലെ സിറിയൻ അഭയാർത്ഥികളാണ് നേതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തുന്നത് എന്നാണ് ഹിസ്ബുള്ളയുടെ നിഗമനം. ഇത്തരക്കാർക്കെതിരെ ഹിസ്ബുള്ള നടപടികൾ എടുക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ മറ്റൊരു പ്രധാനിയും കൊല്ലപ്പെടുന്നത്. ഹിസ്ബുള്ളയെ ഇനി ആര് നയിക്കും? ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം ഉയർന്നിട്ടുള്ള പ്രധാന ചോദ്യമായിരുന്നു ഇത്. അതിനു പിന്നാലെയാണ് പ്രധാന നേതാവ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതേസമയം 32 വർഷം ഹിസ്ബുള്ളയെ നയിച്ച നസ്രള്ളയുടെ കൊലപാതകം ലബനൻ സായുധ സംഘടനയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നസ്രള്ളയ്ക്ക് പുറമെ ഹിസ്ബുള്ള ഭരണ നേതൃത്വത്തിലെ പ്രധാനികളായ 10ഓളം പേരെയും ഇസ്രായേൽ തുടച്ചു നീക്കി കഴിഞ്ഞു.